ബീഹാറിൽ കോൺഗ്രസിന് 6 സീറ്റാണ് കിട്ടിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി വീണ്ടും വിയറ്റ്നാമിൽ പോയിരിക്കുക. രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയ തക്കത്തിന് കോൺഗ്രസിൻ്റെ 6 MLA-മാരും പാർട്ടി വിടാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ കോൺഗ്രസിന് ബീഹാർ അസംബ്ലിയിൽ 0 MLA-മാർ, 0 സംപൂജ്യരായി മാറി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിച്ചു വന്ന MLA-മാർ ഒന്നടങ്കം JDU-ലേക്ക് പോകുന്നു, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് പോകുന്നു. അതാണ് മാറ്റം. ഇത് കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മൊത്തത്തിലൊരു അവസ്ഥയാണ്. കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒന്നെങ്കിൽ BJP പോവുക, അല്ലെങ്കിൽ വേറെയുള്ള ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോവുക. കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞോ? ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ചൊരു 4-5 പൊതു തെരഞ്ഞെടുപ്പുകൾ, അസംബ്ലി തെരഞ്ഞെടുപ്പുകളാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനമുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ, ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൈവെള്ളയിലിരുന്ന സംസ്ഥാനം. പിന്നെ മഹാരാഷ്ട്ര ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു MLA ജയിച്ചു വരിക എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്തിരുന്ന കാലഘട്ടങ്ങളാണ്. BJPക്ക് 2 MP-മാരുണ്ടായിരുന്ന കാലഘട്ടം, 80കളുടെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിയിട്ട് ഒരു 90കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ചേഞ്ച്. ആ പൊളിറ്റിക്കൽ ചേഞ്ചിൽ പതുക്കെ വന്നത് 2000 കഴിഞ്ഞതോട് കൂടി വലിയ, പ്രത്യേകിച്ച് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞിട്ട് വന്ന UPA ഗവൺമെൻറ്, അത് കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏത് തിരഞ്ഞെടുപ്പെടുത്ത് നോക്കിയാലും കർണാടകം ഒഴിച്ചാൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഉത്തർപ്രദേശിൽ കുറച്ച് കാലത്തിനിടയിൽ മായാവതിയോ അതല്ലെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയോ ഒക്കെ മാറി വന്നു എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ്സിന് വരാൻ വേണ്ടി കഴിഞ്ഞില്ല. ബംഗാളിൽ തിരിച്ചു വരാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലും കുറച്ചു കാലം വരെ ഇടയ്ക്ക് ശിവസേനയുമായി ചേർന്നുകൊണ്ടൊരു ഭരണം നിലനിർത്തി എന്നുള്ളത് ഒഴിച്ചാൽ തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ഒഡീഷയൊക്കെ എത്രയോ കാലങ്ങളായി പുറത്താണ്. ഗുജറാത്തിൽ എത്തി നോക്കാൻ പോലും കഴിയുന്നില്ല. 25-30 കൊല്ലക്കാലമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിനോടേക്ക് കടന്നു കയറാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു പാരഡൈം ഷിഫ്റ്റാണ്, ടോട്ടൽ ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ അതിനെ കണക്ക് കൂട്ടാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വോട്ട് ചോരിയാണല്ലോ. ഏറ്റവും വലിയ ആരോപണം വോട്ട് ചോരിയാണ്. ആരാ വോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ നമ്മുടെ ജനാധിപത്യ? അല്ല, വോട്ട് ചോരി പറയുന്ന രാഹുൽ ഗാന്ധി ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അല്ല, ഈ തേജസ്വിയുടെ പാർട്ടിയും ലാലുവിൻ്റെ പാർട്ടിയും ഒരു ഇലക്ഷൻ പെറ്റീഷൻ പോലും ഫയൽ ചെയ്തില്ല. അല്ല, അത് പറ്റില്ല. അതിന് കാരണം ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ അതിന് മെറിറ്റ് വേണ്ടേ? നമുക്ക് പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കാൻ വാർത്താസമ്മേളനം മതി, അതല്ലെങ്കിൽ ഒരു വേദി മതി, ഒരു ഹോളിൽ പ്രോഗ്രാം നടത്തിയാൽ മതി. പക്ഷെ കോടതിയിൽ വന്നത് പറയണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വേണം, മെറിറ്റ് വേണം, മെറ്റീരിയൽ വേണം, ലീഗലി അത് സസ്റ്റെയിൻ ചെയ്യണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർ പട്ടികയും അവിടുത്തെ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണവും അത് മാച്ച് ആവുകയോ മിസ്മാച്ച് ആവുകയോ ചെയ്യണ്ടേ? ഇത് രണ്ടും ആകുന്നില്ല. അപ്പോൾ ഒരു വോട്ട് കാണാതെയായി, അല്ലെങ്കിൽ 2 വോട്ട് കാണാതെയായി, 2 അസാധു വോട്ടുകൾ വന്നു. അതുകൊണ്ടൊന്നും ഒരു ഇലക്ഷൻ പെറ്റീഷനിൽ 10,000, 15,000, 20,000, 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സീറ്റിൽ വോട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇലക്ഷൻ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ മെറിറ്റില്ലാത്ത കാര്യങ്ങളാണ്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഈ തേജസ്വിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഇംഗ്ലീഷ് പത്രങ്ങളിൽ കണ്ടു, തേജസ്വി പറയുന്നു വോട്ട് ചോരിയാണെന്ന്. പക്ഷേ ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു. 45 ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസമായി. ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ 45 ദിവസം ചെയ്യണം. CCTV ഫുട്ടേജുകൾ വേണമെങ്കിൽ 45 ദിവസം പെറ്റീഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. 45 ദിവസം കഴിഞ്ഞു, ഇതെല്ലാം നിയമപ്രകാരം നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം വോട്ട് ചോരി പറയുക. വോട്ട് ചോരി പറയുമ്പോൾ അവർ അതിനെ കാണിച്ചൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ബീഹാറിലെ 90% സീറ്റുകൾ BJP സഖ്യം പിടിച്ചെടുത്തു എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട റീസണായി പറഞ്ഞത്. അപ്പോൾ തിരിച്ച് BJP പറഞ്ഞൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മറുപടിയുണ്ട്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ കേവലം 3 സീറ്റാണ് മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി കിട്ടിയത്. ആകെ സീറ്റുകളിൽ 67 സീറ്റും 70-ൽ 67 സീറ്റും അവർ കൊണ്ടുപോയി. അപ്പം 95% കൂടുതൽ വിജയമുണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ വേറെ ആർക്കെങ്കിലും സീറ്റുണ്ടോ? ആർക്കുമില്ല. ഇല്ല, UDF-നല്ലേ എല്ലാ സീറ്റും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, ജയിക്കുന്നു, അതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഭരണം കിട്ടി. അപ്പോൾ ഭരണം കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് 50 സീറ്റുകൾ നിങ്ങൾ ജയിച്ചു,
അങ്ങനെ 50 സീറ്റുകൾ നിങ്ങൾ ജയിച്ചത് ഇപ്പോൾ തെറ്റായ കാര്യമാണ്, അങ്ങനെ പറയാൻ കഴിയുമോ? ആളുകൾ വോട്ട് ചെയ്യുന്നു, ജയിക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ ജനങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് പോകുന്നില്ല ആളുകൾ. ഇപ്പോൾ ത്രിപുര എടുത്താൽ, ത്രിപുരയുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് റീപ്ലേസ് ചെയ്യാൻ കഴിയും ഇടതുപക്ഷത്തിന് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കോൺഗ്രസ് അല്ല റീപ്ലേസ് ചെയ്യപ്പെട്ടത് BJP ആണ്. ബംഗാളിലെ രാഷ്ട്രീയത്തിൽ ബംഗാളിലെ CPM ഇല്ലാതെയായാൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണെന്നാണല്ലോ എല്ലാവരുടെയും പൊതുധാരണ ഉണ്ടായിരുന്നത്. BJP വന്നു, മമത വന്നു. അപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെട്ടത് കോൺഗ്രസ് അല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ പാർട്ടി റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടി റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അടുത്ത പാർട്ടി വരും എന്നാണ് ധരിക്കുന്നത്. ആ പാർട്ടി അല്ല വന്നത്. അതിന് ഒരു ഉദാഹരണം ഡൽഹിയും കൂടിയാണ്. ഇപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസും ഒഴിവാക്കപ്പെട്ടു, BJP ഒഴിവാക്കപ്പെട്ടു ഭരണത്തിൽ. ആം ആദ്മി പാർട്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ രാഷ്ട്രീയത്തിൽ BJP വന്നു, കോൺഗ്രസ് വന്നില്ല, പാർട്ടി വന്നില്ല, കോൺഗ്രസ് വന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു നെക്സ്റ്റ് ഒപ്പോസിഷൻ റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു രാഷ്ട്രീയ തത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നോക്കൂ, കാമരാജിന്റെ തമിഴ്നാടാണ്, കോൺഗ്രസിന് എപ്പോഴെങ്കിലും ഇനി അടുത്ത കാലത്ത് വിദൂര സാധ്യത പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇപ്പോഴത്തെ ആന്ധ്ര തന്നെ, ആന്ധ്ര തെലങ്കാനയിലെ പിടിച്ചു നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർണാടകമാണ് പിന്നെ കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന. കർണാടകവും ഹിമാചൽ പ്രദേശൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തും തിരിച്ച് ഭരണത്തിൽ വരുമെന്ന് ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് ഇല്ലാതെയായി കഴിഞ്ഞു. ഒന്നുകിൽ ആളുകൾ കോൺഗ്രസിനെ ഒഴിവാക്കി, അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ആ സംസ്ഥാനത്തോ അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലോ കോൺഗ്രസിന് നിലനിൽപ്പില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ മാറി മാറി വരുന്ന ഒരു സർക്കാരിനപ്പുറത്തേക്ക് ഒരാളുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ആദ്യമായി ഒരു രണ്ടാം ഭരണം വന്നു. ഇപ്പം മൂന്നാം ഭരണത്തെക്കുറിച്ച് ഇടതുപക്ഷം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, സ്വപ്നം കാണുന്നു. അപ്പോൾ പോലും UDFന് തങ്ങൾ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി എന്നുള്ളത് UDF തന്നെ വിലയിരുത്തുന്നത് അവരുടെ രാഷ്ട്രീയ വിജയമല്ല എന്നുള്ളതാണ്. ശബരിമല ഇഷ്യൂ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു പാഠം പഠിക്കാനുണ്ട്. പഴയ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ 13 ജില്ലകളിൽ ഭൂരിപക്ഷം കിട്ടി, അസംബ്ലി പിരിച്ചു. അതുകൊണ്ട് ഒരു വർഷം മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തി തോറ്റുപോയി. അപ്പോൾ UDFനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഈ 2 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ തിരിച്ചു വരുമെന്നുള്ളൊരു ഉറപ്പ് പൂർണ്ണമായും പറയാൻ കഴിയുന്നില്ല. സുനിലേട്ടൻ നേരത്തെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ പോകുന്നു എന്നുള്ളതാണല്ലോ. ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും, ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥലത്തുണ്ടാവണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം പോലും ഇല്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കാൻ, ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥലത്തില്ല. അപ്പോൾ അത്രയും ലാഘവത്തോടു കൂടി ഒരു രാഷ്ട്രീയ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഫലം കാണാൻ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? രാഹുലിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ തോൽവിയും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണല്ലോ. തോൽക്കുമ്പോൾ പോലും അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയത്തിന്റെ പടമാണ്. പക്ഷെ അത് അങ്ങനെയല്ലെന്ന് ഈ രാജകുമാരന് മനസ്സിലായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കാരണം പാർട്ട് ടൈം പൊളിറ്റീഷ്യനുമാണ്. പാർട്ട് ടൈം ബിസിനസ് ആണോ എന്നുള്ളത് എന്ത് ബിസിനസ് ആണെന്നുള്ളത് അറിയില്ല, പൊതുസമൂഹത്തിന് അറിയില്ല. അത് ബിസിനസ് മീൻസ് പൊളിറ്റിക്കൽ ബിസിനസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സോറോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കാമുകിമാരെ കുറിച്ചും ഭാര്യയും മക്കളെ കുറിച്ചും ഒക്കെ പറയുന്നത് എത്രയോ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം എന്നുള്ളത് ഒരു സൈഡിൽ നിലനിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവിനെ വെച്ചുകൊണ്ട് കോൺഗ്രസ്സിന് ഇനി തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള അവർ സ്വപ്നം കാണുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ 100 സീറ്റ് കിട്ടിയില്ലേ, അവ ഞങ്ങൾക്ക് ഇനിയും വന്നുകൂടെ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ച കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് കഴിഞ്ഞ തവണ 100 സീറ്റ് എവിടെയാണ് വന്നത്? ഉത്തർപ്രദേശിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ ഉണ്ടായ ചില മാറ്റങ്ങളും മഹാരാഷ്ട്രയിൽ ഉണ്ടായ ചില രാഷ്ട്രീയ മാറ്റങ്ങളുമാണ്. ഉത്തർപ്രദേശിൽ BJPക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് മാധ്യമങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, ഉത്തർപ്രദേശിൽ ഉള്ള സീറ്റുകളുടെ എണ്ണവും അതിനനുസരിച്ച് BJPക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോഴുള്ളൊരു രാഷ്ട്രീയ മാറ്റമുണ്ട്. മഹാരാഷ്ട്രയിലും അതേ വിഷയം തന്നെ ഉണ്ടായി. ഇതിനപ്പുറത്തേക്ക് ഏത് സംസ്ഥാനത്താണ് കയറി വന്നത്? പിന്നെ വന്ന ഏക സംസ്ഥാനം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വന്ന കേരളമാണ്.
ഈ MLA-മാർ 100 MP-മാർ 100 എത്തിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കേരളമാണ്. 19 പേര് ഇവിടുന്ന് 18 പേർ 18 പേര് ഇവിടുന്ന് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു 3, 4, 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കോൺട്രിബ്യൂഷൻ. എൻറ്റയർ സംസ്ഥാനങ്ങളില്ല. അപ്പോൾ മുഴുവൻ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അടുത്ത കാലത്തില്ല. പിന്നെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണ വേണം. അങ്ങനെ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടി വരാൻ കഴിയണമെങ്കിൽ മമതാ ബാനർജി വേണം, അതെ, സ്റ്റാലിൻ വേണം, മുലായം സിംഗ് യാദവ് വേണം, ചന്ദ്രബാബു നായിഡു വേണം. ഇവരൊക്കെ വേറെ വേറെ തലങ്ങളിൽ നിൽക്കുകയാണ്. അപ്പോൾ UPA സംബന്ധിച്ച് UPA രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത നിലവിലില്ല. അതുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് MLA-മാർ വിട്ടുപോകുന്നത്. ഇനിയില്ല, ബീഹാറിൽ ഇനി കോൺഗ്രസിന് പ്രാതിനിധ്യമില്ല. സത്യത്തിൽ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബീഹാറിലെ കോൺഗ്രസ് MLA-മാർ രാഹുൽ ഗാന്ധിയോട് കടക്ക് പുറത്തുനിന്ന് അത്രേ. അവർ ആ പാർട്ടി അവർക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറുകയോ പാർട്ടി മാറുകയോ ചെയ്യുമ്പോൾ അയോഗ്യത ഇല്ല. 6 പേരും കൂടെ പോയാൽ എന്ത് ചെയ്യാൻ? ആരുമില്ല. 100% പോയത്. അയോഗ്യത എന്നാണ് വിഷയമില്ല. അയോഗ്യത വരുന്ന കോൺഗ്രസിനാണ്. ഈ 6 പേര് പോകുന്നതോടുകൂടി കോൺഗ്രസ് ബീഹാറിൽ അയോഗ്യമായി. കോൺഗ്രസ് മൊത്തം പുറത്തേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയ സാഹചര്യം ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. കാരണം ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അതെ, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 6 പേരും കൂട്ടത്തോടെ പാർട്ടി മാറുകയാണ്. അപ്പൊ എന്തിന് കേരളത്തിൽ കണ്ടില്ലേ, നമ്മൾ ത്രിതല പഞ്ചായത്തിൽ ജയിച്ച മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് പോയില്ലേ? അതെ, മാറി വോട്ട് ചെയ്തില്ലേ? മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തില്ലേ? തൃശ്ശൂർ ജില്ലയിൽ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അത് കേരളത്തിലേക്കും ഇപ്പോൾ ആളുകളെ വിലക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെല്ലാം പുറത്തു പോയത് വിലക്ക് വാങ്ങിയതുകൊണ്ടാണ്. അല്ല, പൂനെയിലെ ഒരു മുനിസിപ്പാലിറ്റി അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്ക് BJP സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ 12 കൗൺസിലർമാർ വോട്ട് ചെയ്തു, നടപടിയെടുത്തു. 12 പേരും BJP. സ്വാഭാവികമല്ലേ? അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികൾ മാറുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളും വിട്ടുപോവുകയാണ്. വോട്ടിംഗ് പെർസെൻറ്റേജും അതുപോലെ തന്നെ താഴ്ത്തു. ഇപ്പോൾ ബീഹാറിലെ വോട്ടിംഗ് പെർസെൻറ്റേജും താഴത്തേക്ക് പോയി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല അവർക്ക് മാറ്റമുണ്ടായിട്ടുള്ള സീറ്റുകളുടെ എണ്ണത്തിലാണ്. അല്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ടിംഗ് പെർസെൻറ്റേജ് ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. ത്രിതല പഞ്ചായത്തിലും ഉണ്ടായില്ല. സീറ്റുകളുടെ എണ്ണം കൂടിയെന്ന് മതി. LDF തോറ്റെടുത്ത് UDF ജയിച്ചു, അവർക്ക് ഭരണം കിട്ടിയെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് വലിയ മാറ്റമാണ്. ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ. ഭരണമേ കിട്ടിയിട്ടുള്ളൂ, വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയില്ല. അടുത്ത ഭരണം ഞങ്ങളുടേതാണെന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. വലിയൊരു പ്രൊപ്പഗാൻഡയാണ്. പക്ഷെ ഫിഗേഴ്സും പെർസെൻറ്റേജും നോക്കുമ്പോൾ അത് വലിയ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ KPCC. ഇപ്പൊ കനകോലുവിന്റെ ചരിത്രമാണല്ലോ അവർ കുറെ കനകോലുവിന് അവർ UDF നേതൃത്വ യോഗം തള്ളിക്കളഞ്ഞു എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ആ തിയറി ഒന്നും ഇവിടെ നടപ്പാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം സ്വാഭാവികമായും കേരളത്തിൽ മുന്നോട്ട് പോയില്ല. കനകോലുവിന്റെ റിപ്പോർട്ട് അതല്ലേ സൂചിപ്പിച്ചു എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായില്ല, താൽക്കാലികമായൊരു വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഷിഫ്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. 10 സീറ്റ് ഉണ്ടായിരുന്നത് 12 സീറ്റാകുമ്പോൾ ഭരണം മാറുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ബൾക്കായി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത് ഉണ്ടായില്ല. പക്ഷെ ആ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്ത് തിരുവനന്തപുരത്താണ്. സ്വാഭാവികം ഒരു ഭരണമാറ്റം ഉണ്ടായി. അവിടെയും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട്. UDF അല്ല റീപ്ലേസ് ചെയ്യപ്പെട്ടത്, BJP ആണ്. UDF ധരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് മീൻസ് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അത് UDF-ന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ ഉണ്ടായില്ല. മാറ്റമുണ്ടായത് BJP-ക്ക് അനുകൂലമായാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ മാറ്റവും ഒരു സൂചനയാണ്. LDF മാറിയാൽ UDF ആണോ എന്നുള്ള ഇക്വേഷനിലേക്ക് മാറുകയാണ്. ഇതൊരു സൂചനയാണ്. അല്ല, പകരം വരാവുന്ന ബദൽ കക്ഷിയാണ്, വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണെന്ന് BJP പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് തൃശ്ശൂരിലും അങ്ങനെ പ്രൂവ് ചെയ്തില്ലേ? തൃശ്ശൂരിൽ നേരത്തെയൊക്കെ BJP-ക്ക് വോട്ട് ചെയ്യാൻ ആലോചിക്കുന്ന ചിലർ പറയുന്നത് നമ്മൾ BJP-ക്ക് വോട്ട് ചെയ്താലും BJP ജയിക്കത്തില്ല, മറ്റവന്മാർ ജയിക്കും, അതുകൊണ്ട് മറ്റവർക്ക് കൊടുത്തേക്കാം. തൃശ്ശൂരിലും ഇത് തന്നെയാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടിരുന്നത് രാവിലെ 10 മണി വരെയും BJP ജയിക്കില്ല, കോൺഗ്രസ് ജയിക്കുന്നു, ഇടത് മുന്നണി 2ാം സ്ഥാനത്ത് വരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. എത്രയായിരുന്നു ഭൂരിപക്ഷം? 75,000. ഒരു MLA ആകെ ജയിക്കാൻ കിട്ടുന്ന വോട്ടിന്റെ ഇരട്ടി കൂടുതലാണ് അവിടെ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം. 2 MLA ജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ട് അവിടെ തൃശ്ശൂരിൽ. അപ്പോൾ സ്വാഭാവികമായും ആ സിസ്റ്റം പരാജയപ്പെടുത്താനുള്ള സിസ്റ്റം, അതായത് BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ സിസ്റ്റം കേരളത്തിൽ തൃശ്ശൂരിലും പരാജയപ്പെട്ടു, തിരുവനന്തപുരത്തും പരാജയപ്പെട്ടു.
ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് പറയാം, തൃപ്പൂണിത്തുറയിലും പറയാം. പന്തളം നഗരസഭ BJPക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ കിട്ടിയില്ലേ? ഉം. കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. അല്ല, 2 മുനിസിപ്പാലിറ്റി പന്തളത്ത് തോറ്റത് ഏതാനും സീറ്റുകൾ തോറ്റത് വിരലിലെണ്ണാവുന്ന 10-ൽ താഴെ വോട്ടുകൾക്കാണെന്ന് പറയുന്നത്. ടോട്ടൽ സിസ്റ്റം നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റി 2 കണ്ടിന്യൂ ചെയ്യുന്നു, 2 കോർപ്പറേഷൻ കിട്ടി. അത് കോർപ്പറേഷൻ അഡീഷണൽ കിട്ടി. കോർപ്പറേഷൻ ഏതാണെന്നുള്ള ആലോചിക്കേണ്ടത്. തലസ്ഥാനം നൽകി ഇരിക്കുന്ന കോർപ്പറേഷൻ കിട്ടി. സാധാരണ നമ്മൾ പറയാറില്ലേ, ഡൽഹി കോർപ്പറേഷൻ പിടിച്ചാൽ തലസ്ഥാനം പിടിച്ചതിന് തുല്യ എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം പിടിച്ചാൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയല്ലേ ശക്തമായിട്ട്. അല്ല, പിണറായി വിജയൻ ഇരിക്കുന്നത് കോർപ്പറേഷന് കരം കൊടുത്തില്ല. തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റം വരിക സ്വാഭാവികമായും. ഏതായാലും കോൺഗ്രസിൽ പ്രതീക്ഷ വെക്കുന്നവർ ബീഹാറിലെ മാറ്റം കാണണം. ബീഹാറിൽ കോൺഗ്രസ് പട്ടപൂജ്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.